കോൺട്രാക്ട് മാരേജ്. വീടൊക്കെ പൂട്ടിയ ശേഷം ഇരുവരും അവിടെ നിന്നിറങ്ങി. ദേവേട്ട, സത്യത്തിൽ എനിക്ക് ഒരുപാട് പേടിയുണ്ട് അവിടേക്ക് വരാൻ. അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണ്? ഒരുപാട് പേരുണ്ടോ അവിടെ? 100,000 സംശയങ്ങളാണ് പാർവതിക്ക്. ആളുകളെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും, പിന്നെ എൻ്റെ 2 സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും, കൂടാതെ അച്ഛൻ്റെ പെങ്ങള്, അവരുടെ മകൾ, അച്ഛൻ്റെ അനുജനും കുടുംബവും. ഈശ്വര, ഇത്രമാത്രം ആളുകളോ? എൻ്റെ കുടുംബത്തിലും ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഒക്കെ ശരി തന്നെ. വേറെ യാതൊരു നിവൃത്തിയുമില്ല പെണ്ണെ. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൂജയാണ്. അവരൊക്കെ സ്നേഹമുള്ളവരാണോ? അതോ? പാർവതിക്ക് വീണ്ടും സംശയം. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ മറുപടി പറയേണ്ടത്? അച്ഛൻ്റെ അനിയനും ഫാമിലിയും കുഴപ്പമില്ല. അച്ഛൻ്റെ അനിയൻ കളക്ടറേറ്റ് ജോലി ചെയ്യുവാണ്. പേര് രാമൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക. ഒരു മകളുണ്ട്, അമേയ. ചെറിയച്ഛനും ചെറിയമ്മയും വളരെ നല്ല ആളുകളാണ്. പിന്നെ അച്ഛൻ്റെ സഹോദരി, പേര് അരുന്ധതി. അവരുടെ ഭർത്താവ് വീരഭദ്രൻ. അവരുടെ ഒരേയൊരു മകളാണുള്ളത്. പേര് നീലാംബരി. ഞങ്ങളെല്ലാവരും നീലു എന്നാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും അറിയാലോ. ഇന്നലെ വന്ന ഉണ്ണിയേട്ടനെന്ന് എനിക്ക് പരിചയമായില്ലേ? അച്ഛൻ്റെ പേര് ശിവറാം, അമ്മ കൗസല്യ. ഞങ്ങൾ 3 മക്കളാണ്. ആദ്യത്തെ ആള് കൃഷ്ണശങ്കർ, ഭാര്യ ദിയ. രണ്ടാമത്തെ ആണ് ദേവദത്തൻ എന്ന ഉണ്ണിയേട്ടൻ, ഇന്നലെ വന്നില്ലേ? ഭാര്യ രേണു. പിന്നെ 3-ാമത്തെ ആള് ഞാൻ, മഹാദേവൻ. എൻ്റെ ഭാര്യ പാർവതി. ഇത്രയും പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ. അച്ഛമ്മയെ തനിക്ക് പരിചയമായതല്ലേ? അവൾ വീണ്ടും തലകുലുക്കി. എന്തിനാ ദേവേട്ട ഇപ്പൊ പ്രത്യേക പൂജ നടത്തുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ തലമുറയിൽ ആർക്കും ഇതേവരെയായിട്ടും കുട്ടികളുണ്ടായിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ചെറിയച്ഛന്മാരുടെയും ചിറ്റപ്പന്മാരുടെയും ഒക്കെ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ആർക്കും ഇന്നുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കുടുംബത്തിലെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ സന്താന ഗോപാലയാഗം നടത്താൻ പോകുന്നത്. എന്തുപറ്റി അങ്ങനെ എല്ലാവർക്കും സംഭവിക്കാൻ? എന്തെങ്കിലും ശാപമാണോ? പാർവതി ചോദിച്ച് തീർന്നതും ഒരു പക്ഷി വന്നിട്ട് കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൽ ചിറകിട്ടടിച്ച് വീണുപോയി. പക്ഷി ചിറകിട്ടടിച്ച് വീണപ്പോൾ പാർവതി ഞെട്ടി ദേവനെ നോക്കി. ദേവന്റെ മുഖത്തും നേരിയ പരിഭ്രമം നിഴലിച്ചിരുന്നു. അവൻ വേഗം കാർ നിർത്തി പുറത്തിറങ്ങി. റോഡിൻ്റെ ഓരത്ത് ചെന്ന് നോക്കിയപ്പോൾ ചിറകറ്റ് ചോരയൊലിപ്പിച്ച് ഒരു കുഞ്ഞി കുരുവി കിടക്കുന്നു. ദേവൻ അതിനെ എടുത്ത് മാറ്റിയിട്ട് കാറിനരികിലേക്ക് വന്നു. ദേവേട്ട, എന്താ അത്? എന്തിനാ അങ്ങനെ ഒരു പക്ഷി വന്ന് തട്ടിയേ? പാർവതിയുടെ ശബ്ദം ഇടറി. ഒന്നുമില്ല പാർവതി, വെറും യാദൃശ്ചികം, നീ പേടിക്കണ്ട. ദേവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസം കുറവായിരുന്നു. കാറ് വീണ്ടും മുന്നോട്ട് നീങ്ങി. പാർവതിയുടെ മനസ്സിൽ പക്ഷിയുടെ ചെറുകടിയും ദേവന്റെ മറുപടിയും നിറഞ്ഞു നിന്നു. ദേവേട്ട, ശാപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തെങ്കിലും? പാർവതിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെ, ഒരു ശാപമുണ്ടെന്നാണ് വിശ്വാസം. ദേവൻ ദീർഘനിശ്വാസമെടുത്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികരിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു. അന്ന് ഒരു പുണ്യഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടിയിരുന്ന ഒരു ക്ഷേത്രക്കുളം അടച്ച് സ്വന്തം ആവശ്യങ്ങൾക്കായി ഒരു കിണർ കുഴിച്ചു. അതോടെ ആ ഗ്രാമത്തിലെ ജലസ്രോതസ്സുകൾ വറ്റി. ആ ഗ്രാമത്തിൽ ഒരു കുഞ്ഞുപോലും ജീവിച്ചിരിപ്പില്ലെന്ന ഐതിഹ്യം. അന്ന് ആ ഗ്രാമത്തിലെ പൂജാരി ശപിച്ചതാണ്, നിങ്ങളുടെ തലമുറയിൽ ഒരു കുഞ്ഞും പിറക്കാതെ പോവട്ടെ എന്ന്. പിന്നീട് ആ തലമുറയിലെ ആർക്കും കുട്ടികളുണ്ടായില്ല. അതിനുശേഷമുള്ള ചില തലമുറകളിലാണ് കുട്ടികളുണ്ടായത്. പക്ഷേ ചിലർക്ക് ഇപ്പോഴും സന്താനഭാഗ്യമില്ലാത്ത അവസ്ഥയാണ്. പാർവതി ഞെട്ടലോടെ ദേവനെ നോക്കി. അപ്പോൾ ഈ പൂജ? അതെ, ആ ശാപം മാറാനും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാൾ കാണാനും വേണ്ടിയാണ് ഈ സന്താന ഗോപാലയാഗം. ദേവൻ പറഞ്ഞു. വലിയൊരു പൂജയാണ്. ഒരുപാട് നിയമങ്ങളും ചിട്ടവട്ടങ്ങളുമുണ്ട്. എല്ലാവരുടെയും പൂർണ്ണ സഹകരണം വേണം. അതുകൊണ്ടാണ് എല്ലാവരും അവിടെ ഒത്തുചേരുന്നതല്ലേ? പാർവതി ചോദിച്ചു. അതെ, എല്ലാ കുടുംബാംഗങ്ങളും ഈ പൂജയിൽ പങ്കെടുക്കണം. എങ്കിലേ ഫലം ഉണ്ടാകൂ എന്നാണ് വിശ്വാസം. ഈ പൂജ കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. പാർവതിക്ക് ആശ്വാസം തോന്നിയോ അതോ ഭയം കൂടിയോ ഇന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു വശത്ത് ദേവനോടൊപ്പം ഒരു കുടുംബം എന്ന സ്വപ്നം,
മറുവശത്ത് ഈ ശാപത്തെക്കുറിച്ചുള്ള ഭയം. പാർവതി, എന്തിനാണ് നീ ഇത്ര ആലോചിക്കുന്നത്? നമുക്ക് നല്ലതേ വരൂ. ദേവൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ കൂടെയുണ്ട്, നീ പേടിക്കണ്ടടോ. ആ വാക്കുകൾ അവൾക്ക് കുറച്ചെങ്കിലും ധൈര്യം നൽകി. കാർ ഗ്രാമവഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പാർവതി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ ആ കുടുംബവും ശാപവും പൂജയും നിറഞ്ഞു നിന്നു. പാർവതിയുടെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. ശാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ വല്ലാതെ അലട്ടി. ദേവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായി മാറിയിരുന്നില്ല. ദേവേട്ട, നമ്മളിപ്പോൾ എവിടെയാ എത്തിച്ചേരുന്നേ? അവൾ ചോദിച്ചു. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ തറവാടെത്തും. അതൊരു വലിയ തറവാടാണ്. നമ്മൾ കണ്ടിട്ടുള്ള വീടുകളേക്കാൾ എത്രയോ വലുത്. ദേവന്റെ ശബ്ദത്തിൽ ചെറിയൊരു അഭിമാനം കലർന്നു. എൻ്റെ അച്ചമ്മയാണ് അവിടുത്തെ പ്രധാനി. ഞങ്ങൾക്കെല്ലാവർക്കും അച്ചമ്മയെ വലിയ ഇഷ്ടമാണ്. അവർക്കൊരു പ്രത്യേക കഴിവുണ്ടെന്നാണ് വിശ്വാസം. പല പ്രശ്നങ്ങൾക്കും അച്ചമ്മയുടെ വാക്കുകൾ കേൾക്കാറുണ്ട്. അച്ചമ്മയുടെ കഴിവോ? അതെന്താ അങ്ങനെ? പാർവതിക്ക് ആകാംക്ഷയായി. അച്ചമ്മയ്ക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയാറുണ്ട്. ചിലപ്പോൾ ഇത് സ്വപ്നങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ ചില സൂചനകൾ. അതുകൊണ്ട് എന്ത് പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോഴും അച്ചമ്മയുടെ അനുവാദം വാങ്ങാറുണ്ട്. ദേവൻ വിശദീകരിച്ചു. പാർവതിക്ക് അച്ചമ്മയെ കണ്ടപ്പോൾ ഒരു പ്രത്യേകതയും തോന്നിയില്ല. കാരണം അവർക്ക് അച്ചമ്മയെ മുൻപ് തന്നെ പരിചയമുണ്ടല്ലോ. കാർ ഒരു വലിയ ഗേറ്റിന് മുമ്പിൽ വന്നു. ഇരുവശത്തും ഉയരം കൂടിയ മരങ്ങൾ, മുന്നിൽ വിശാലമായ മുറ്റം. ഗേറ്റ് കടന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ നാലുകെട്ട്. ഓടിട്ട മേൽക്കൂരയും തടിയിൽ കൊത്തിയെടുത്ത തൂണുകളും ആ വീടിനൊരു പ്രത്യേക ഭംഗി നൽകി. പച്ചപ്പട്ട് വിരിച്ചതുപോലെ മുറ്റത്ത് പുല്ല് വളർന്നു നിൽക്കുന്നു. പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ. ദേവേട്ട, ഇതാണോ വീട്? പാർവതി അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഇതാണ് ഞങ്ങളുടെ തറവാട്, ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാർ വീടിന്റെ പൂമുഖത്ത് നിന്നു. അപ്പോഴേക്കും പൂമുഖത്ത് കുറച്ച് ആളുകളുണ്ടായിരുന്നു. അച്ചമ്മ മുന്നിൽ നിൽക്കുന്നു. ദേവന്റെ മുഖത്തെ തെളിഞ്ഞ ചിരി കണ്ടപ്പോൾ പാർവതിക്ക് ആശ്വാസമായി. കാറിന്റെ വാതിൽ തുറന്ന് ദേവൻ പുറത്തിറങ്ങി. പിന്നാലെ പാർവതിയും. ദേവൻ ആദ്യം അച്ചമ്മയുടെ അടുത്തേക്ക് നടന്നു. അവരുടെ കാൽത്തൊട്ട് വന്ദിച്ചു. അച്ചമ്മ, ദേവൻ വിളിച്ചു. അച്ചമ്മ ഒരു ചെറിയ പുഞ്ചിരിയോടെ പാർവതിയെ നോക്കി. ആ നോട്ടത്തിൽ വാത്സല്യം നിറഞ്ഞു നിന്നു. പാർവതി അവരുടെ കാൽത്തൊട്ട് നമസ്കരിച്ചു. സുഖാണോ മോളെ? അച്ചമ്മയുടെ ശബ്ദം നേർത്തതായിരുന്നു, പക്ഷേ വ്യക്തവുമാണ്. സുഖമാണ് അച്ചമ്മ, പാർവതി പതിയെ പറഞ്ഞു. അപ്പോഴേക്കും മറ്റു കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി അടുത്തെത്തി. ദേവന്റെ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാര്, അച്ഛൻ്റെ സഹോദരിയും കുടുംബവും, അച്ഛൻ്റെ അനുജനും കുടുംബവും. എല്ലാവരും പാർവതി ആകാംക്ഷയോടെ നോക്കി. ചിലരുടെ മുഖത്ത് സ്നേഹം, ചിലരുടെ മുഖത്ത് സംശയം, ചിലരുടെ മുഖത്ത് നിസ്സംഗതയും. ഇത് എൻ്റെ ചേട്ടൻ കൃഷ്ണശങ്കർ, ഇത് ദിയച്ചേച്ചി. ദേവൻ ഓരോരുത്തരായി പാർവതിക്ക് പരിചയപ്പെടുത്തി. ഇത് ഉണ്ണിയോട്ടൻ, രേണുവേച്ചി, ഇതാണ് രാമൻ ചെറിയച്ഛൻ, രാധിക ചെറിയമ്മ, ആമയ്യ, ഇത് അരുന്ധതി അമ്മായി, വീരഭദ്രൻ അമ്മാവൻ, നീലു. പാർവതി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ഓരോ മുഖത്തും ഓരോ കഥയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ തനിക്ക് കഴിയുമോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ബാമോളെ, അകത്തേക്ക് കയറൂ, അച്ചമ്മ പറഞ്ഞു. യാത്ര ക്ഷീണിച്ചിട്ടുണ്ടാവും. പാർവതി ദേവന്റെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി. വലിയൊരു തറവാടിൻ്റെ തണുപ്പും പഴമയും അവളെ പൊതിഞ്ഞു. ആ വീട്ടിൽ എല്ലാവരുടെയും പെരുമാറ്റം പാർവതിയെ വിഷമിപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവിടുന്ന് മടങ്ങാന്ന് പറഞ്ഞ് അവൾ ദേവൻ്റെ അടുത്ത് ബഹളം കൂട്ടി. ഇതെന്താ പാറു, നീ ഇങ്ങനെ തുടങ്ങുന്നേ? നമ്മളിവിടെ പൂജയിൽ പങ്കുചേരാൻ വന്നതല്ലേ, എന്നിട്ട് കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങുവാണോ? മതി. ദേവനും ചെറുതായി അവളോട് ദേഷ്യപ്പെട്ടു. ദേവേട്ട, എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നു. അരുതാത്തത് എന്തോ നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പ്ലീസ് ദേവേട്ട, നമുക്ക് പോകാം. അവൾ പൊട്ടിക്കരഞ്ഞു. ഇവിടെ ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയോ? അവൻ്റെ ചോദ്യത്തിൽ അവളുടെ മുഖം താണുപോയി. അച്ഛനും അമ്മയും കുറച്ച് കഴിഞ്ഞു വരും. നമ്മൾ പോയി എന്നറിഞ്ഞാൽ അമ്മ ബഹളം വയ്ക്കും. ഒരു ദിവസത്തെ പൂജ കൂടിയിട്ട് നമുക്ക് മടങ്ങാം. വേണ്ട, എനിക്കിപ്പോൾ പോകണം, ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് ഒറ്റയ്ക്കിറങ്ങും. ഇക്കുറി അവളുടെ ശബ്ദം കൂർത്തു. പാർവതി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് പോകണം, ഞാൻ പോകും താനും. ദേവേട്ടൻ ഇവിടെ നിന്നോ. ഒടുവിൽ ദേവനും അവളെയും കൊണ്ട് തറവാട്ടിൽ നിന്നും മടങ്ങിപ്പോന്നു. വലിയ കോലാഹലമായിരുന്നു അവരിറങ്ങാൻ നേരം തറവാട്ടിൽ നടന്നത്.
ദേവനോട് പോകരുതെന്ന് പറഞ്ഞ് അച്ചമ്മ ഇവൻ്റെ കാല് പിടിക്കാൻ തുടങ്ങി. അച്ചമ്മ, പാർവതി അശുദ്ധിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. അച്ചമ്മ മറ്റൊന്നും ഓർക്കല്ല്. ഒടുവിൽ അവനവരോട് കള്ളം പറഞ്ഞു. എന്നിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ പാർവതിയുടെ കൈയും പിടിച്ച് ദേവൻ തറവാട്ടിൽ നിന്നിറങ്ങി. കാറിൽ കയറിയ പാടെ അവൻ കരണം പൊട്ടുന്ന ചീത്തയായിരുന്നു അവളെ വിളിച്ചത്. ദേവൻ വഴക്കു പറഞ്ഞതിൽ പിന്നെ പാർവതി ഒരക്ഷരം മിണ്ടാതെ വണ്ടിയിലിരുന്നു. പാവം, അവൾക്ക് സങ്കടം വന്നിട്ട് നെഞ്ചു വിങ്ങിപ്പൊട്ടി. പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ഇരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ചു മാറ്റാൻ നോക്കുന്നുമുണ്ട്. ദേവൻ ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിലും അവനവളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അച്ഛനും അമ്മയുമായിട്ട് വഴക്ക് കൂടിയതും എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് പാർവതിയും കൊണ്ട് വീട് വിട്ടിറങ്ങിയതും ഒക്കെയായിരുന്നു അവൻ്റെ ഉള്ളിൽ. ഒരു ദിവസത്തെ പൂജ പോലും കൂടാൻ അവന് സാധിച്ചില്ല. തന്നെയുമല്ല, ഒരാളെങ്കിലും ആ പൂജയിൽ നിന്ന് വിട്ടുനിന്നാൽ അതിൻ്റെ ബലവും കിട്ടില്ല. അതുകൊണ്ട് അവൻ ആകെ സങ്കടത്തിലാണ്. ദേഷ്യം കൊണ്ട് പാർവതിയെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞതും അതിനായിരുന്നു. ഇങ്ങനെ പേടിച്ചാലും പറ്റില്ലല്ലോ, അത്രയ്ക്ക് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ഇവള്. പിന്നെന്താ, അവനോർത്തു. കുറച്ച് ദൂരം പിന്നിട്ടതും പാർവതിക്ക് അടിവയറ്റിലെന്തോ ഉരുണ്ട് കയറും പോലെ തോന്നി. പെട്ടെന്ന് അവൾ ദേവനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ ഓക്കാനിക്കാൻ തോന്നി. ദേവന് കാര്യം മനസ്സിലായി. അവൻ വണ്ടി ഒതുക്കി നിർത്തിയതും പാർവതി ചാടിയിറങ്ങി. കാലത്തെ കഴിച്ചത് മുഴുവൻ പുറത്തേക്ക് പോയി. ദേവൻ ചെന്നിട്ട് അവളുടെ പുറത്ത് തടവിക്കൊടുത്തു. എന്നിട്ട് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് അതിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. പാർവതി വേഗം അത് മേടിച്ച് അവളുടെ കൈയും മുഖവും വായും ഒക്കെ കഴുകി. അതിനുശേഷം കുറേ വെള്ളം കുടിക്കുകയും ചെയ്തു. അതൊക്കെ കണ്ടതും ദേവനും വിഷമമായി. ഒട്ടും വയ്യേ? അവൻ ചോദിച്ചതും പാർവതി കുഴപ്പമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. ഹോസ്പിറ്റലിൽ കയറണോ? വേണ്ട, പോയേക്കാം, അവൾ സാവധാനം പറഞ്ഞു. വണ്ടിയിൽ കയറിയതും ക്ഷീണം കൊണ്ട് പാർവതി ഉറങ്ങിപ്പോയി. ദേവനെ അവളെ ശല്യപ്പെടുത്താനും പോയില്ല. വീട്ടിലെത്തിയ ശേഷമാണ് പാർവതി കണ്ണു തുറന്നത്. പാർവതി, വീടെത്തി. ദേവൻ അവളുടെ തോളിൽ തട്ടി. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു നോക്കി. ദേവൻ അവൻ്റെ തലയുടെ പിൻഭാഗം സീറ്റിലേക്ക് ചാരിവെച്ച് ഒന്ന് നിവർന്നു കുത്തി. ആൾ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് പാർവതിക്ക് മനസ്സിലായി. ഇറങ്ങൂ, അവൻ പറഞ്ഞതും പാർവതി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ കീയെടുത്ത് ചൂണ്ടുവിരലൊന്ന് കറക്കിക്കൊണ്ട് ദേവൻ ഉമ്മറത്തേക്ക് കയറി. പിന്നാലെ പാർവതിയും. കീ വെച്ച് തുറക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് വാതിൽ അകത്തുനിന്ന് ആരോ തുറന്നു. ഒരു നിമിഷം ദേവനും പാർവതിയും ഞെട്ടിവിറച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടി അകത്തുനിന്ന് ഇറങ്ങി വന്നതും ദേവൻ സ്തംഭിച്ചു പോയി. സിതാര? അവൻ മെല്ലെ മൊഴിഞ്ഞതും ആ പെൺകുട്ടി വന്നിട്ട് ദേവനെ ഇറക്കി പുണർന്നു. എല്ലാം കണ്ടുകൊണ്ട് നിശബ്ദയായി നിൽക്കുവാണ് പാർവതി. അവൾക്കൊന്നും മനസ്സിലായില്ല. സിതാര, നീ നീ എവിടായിരുന്നു? 4 മാസങ്ങളായിട്ട് നിന്റെ യാതൊരു വിവരവുമില്ലായിരുന്നു. നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ശരിയാണോ? കരഞ്ഞുകൊണ്ട് ദേവൻ ചോദിക്കുന്ന കേട്ട് പാർവതിയുടെ നെറ്റി ചുളിഞ്ഞു. തുടരും.